മുട്ട, കോഴിമുട്ട, താറാമുട്ട, കാടമുട്ട, വിച്ച് എവർ ഇസ് എ എഗ് യു ആർ ഈറ്റിംഗ്, പൗൾട്രി എഗ്സ്. മുട്ടയ്ക്ക് എക്സ്പയറി ഡേറ്റ് എന്നൊന്നുണ്ടോ? മുട്ട എത്ര ദിവസം കേടാവാതെ ഇരിക്കും? എക്സ്പയറി ഡേറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ മുട്ട കളയണോ? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മുട്ട കഴിച്ചാൽ സാൽമണല്ല ഇൻഫെക്ഷൻ വരുമോ? ഇതിൻ്റെയൊക്കെ ഉത്തരം തരാൻ ഞാനിന്ന്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബെറ്റർ ഫുഡ് റൂൾസ്. ഫുഡ് ഇൻഡസ്ട്രിയിൽ ഭക്ഷ്യസുരക്ഷ, ഫുഡ് സേഫ്റ്റി കൈകാര്യം ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് എന്നെ പരിചയമുള്ള പലരും എന്നെ കാണുമ്പോൾ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഡെയിലി ലൈഫിലുണ്ടാകുന്ന ക്വസ്റ്റ്യൻസ്, സംശയങ്ങളൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൻ്റെയോ അറിവിൻ്റെയോ ബേസിസിൽ എനിക്ക് പറ്റാവുന്ന രീതിയിൽ റിലയബിളായ ഉത്തരങ്ങൾ കൊടുക്കാറുണ്ട്. എൻ്റെ ചാനലിൽ കൂടി ഇങ്ങനെ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാവുന്ന ഡെയിലി ലൈഫിലെ ക്വസ്റ്റ്യൻസിനൊക്കെ റിലയബിളായ ആൻസേഴ്സ് തരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതുപോലെ സോഷ്യൽ മീഡിയയിൽ കൂടി ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മിസ്ലീഡിങ് ഇൻഫർമേഷൻസ്, തെറ്റായ ഇൻഫർമേഷൻസ് ഒക്കെ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സബ്ജക്ട്സും എനിക്ക് എന്നെ കഴിയുന്ന രീതിയിൽ കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം. മുട്ടയുടെ എക്സ്പയറി ഡേറ്റിനെ പറ്റിയാണ് അപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്നത്. കഴുകാത്ത ഫാം ഫ്രഷ് കോഴിമുട്ട 2 ആഴ്ച റൂം ടെമ്പറേച്ചറിൽ, കാടമുട്ട 1-2 ആഴ്ച വരെ, താറാമുട്ട കുറച്ച് കൂടുതൽ ആഴ്ചകൾ, ഇങ്ങനെയൊക്കെയാണ് ഏകദേശം ഷെൽഫ് ലൈഫ് പറയുന്നത്. ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ച് കൂടുതൽ നിൽക്കും. നമ്മുടെ നാട്ടിൽ മുട്ട 2 തരത്തിലാണ് വാങ്ങാൻ കിട്ടുന്നത്. ഒന്ന് ലൂസായിട്ട് വിൽക്കുന്ന എഗ്ഗ്, അതായത് പാക്ഡ് അല്ലാത്ത മുട്ട. ഇങ്ങനത്തെ മുട്ട സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ചിലപ്പോൾ കാണാം. ഇത് പുറത്താണ് സാധാരണ വെക്കുന്നത്, ഷെൽഫിൽ റൂം ടെമ്പറേച്ചറിലായിരിക്കും വെക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ മുട്ട നമുക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സിൽ എടുക്കാം. നമ്മൾ പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോകുന്നു. ഈ മുട്ടയിൽ എക്സ്പയറി ഡേറ്റ് ഇല്ല, പാക്ഡ് ഡേറ്റ് ഇല്ല, നമുക്ക് ഈ മുട്ടയുടെ പഴക്കം അറിയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ മുട്ടയാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഇത് എത്ര പഴകിയതാണെന്ന് എങ്ങനെ അറിയും? ഇത് എങ്ങനെ സ്റ്റോർ ചെയ്യും? ഇത് എപ്പോൾ എക്സ്പയർ ആവും? അതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ കാറ്റഗറി, സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ പാക്ഡ് ആയിട്ടുള്ള എഗ്ഗ് കാണാം. അതിലെ പാക്ഡ് ഡേറ്റ് കാണും, എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. സാധാരണ 15 ദിവസം ഒരു എക്സ്പയറി ഡേറ്റ് ഇപ്പം ഇങ്ങനെയുള്ള പാക്ക് ചെയ്ത് വരുന്ന ഫാം എഗ്സിൽ കാണാറുണ്ട്. അപ്പം മിക്കപ്പോഴും ഇങ്ങനെ പാക്ക് ചെയ്ത മുട്ട റെഫ്രിജറേറ്റഡ് സ്റ്റോറേജിൽ തണുപ്പിച്ചാണ് വെക്കുന്നത്. 0 to 4 ഡിഗ്രിയുടെ ഇടയിലാണല്ലോ ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ. ആ ഒരു ടെമ്പറേച്ചറിലായിരിക്കും വെച്ചിട്ടുണ്ടാവുന്നത്. ഈ മുട്ട നമ്മൾ വാങ്ങുവാണെങ്കിൽ എക്സ്പയറി ഡേറ്റിനുള്ളിൽ തന്നെ കഴിക്കണോ? അത് കഴിഞ്ഞാൽ കളയണോ? അത് കഴിഞ്ഞാൽ നമുക്ക് കഴിച്ചാൽ എന്തെങ്കിലും അസുഖങ്ങൾ വരുമോ? ഇതൊക്കെ കോമൺ ക്വസ്റ്റ്യൻസ് ആണ് പലരും ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാറ്റഗറി മുട്ട, അതായത് ലൂസായിട്ട് വയ്ക്കുന്ന മുട്ട, ഡെഫിനറ്റ്ലി നമുക്കതിൻ്റെ ഒരു എക്സ്പയറി ഡേറ്റ് അറിയില്ല, അതിൻ്റെ പഴക്കം അറിയില്ല. അപ്പോൾ ഇനി ഇത് പഴയതാണോ എന്ന് നിങ്ങൾക്ക് സംശയം വരുവാണെങ്കിൽ ഇത് വാങ്ങിയ ശേഷം വീട്ടിൽ വന്നിട്ട് ഫ്ലോട്ടിംഗ് ടെസ്റ്റ്, വാട്ടർ ഫ്ലോട്ടിംഗ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അറിയാൻ പറ്റും. മിക്കവർക്കും അറിയാവുന്നതാണ്. മുട്ട വെള്ളത്തിൽ ഒരു കുറച്ച് ഹൈറ്റുള്ള ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിനകത്തിട്ട് കഴിഞ്ഞാൽ മുട്ട താഴ്ന്നു പോകുവാണെങ്കിൽ പുതിയതാണ്, അത് പൊങ്ങി വരുവാണ്, നല്ലവണ്ണം പൊങ്ങി കിടക്കുവാണെങ്കിൽ ഏറ്റവും വളരെ പഴയ മുട്ടയാണെന്നാണ് അർത്ഥം. അപ്പോൾ ഈ പഴയ മുട്ട കേടായ മുട്ടയാണെന്ന് പറയാൻ പറ്റില്ല. മുട്ട പഴകും തോറും അതിനകത്ത് വെള്ളം വറ്റും, മോയ്സ്ചർ വറ്റിപ്പോവുകയും എയർ സ്പേസ് കൂടുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇത് പൊങ്ങിക്കിടക്കുന്നത്. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഈസ് എ സ്പോയിൽഡ് എഗ്. അപ്പം പഴയതായാലും ഇത് കേടാവണമെന്നില്ല. മുട്ടയ്ക്ക് പൊതുവേ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട് പുറത്ത്. അപ്പോൾ ബാക്ടീരിയ അകത്ത് കിടക്കുന്നത് ഒരു പരിധി വരെ അത് തടയും. അപ്പോൾ ഉള്ളിൽ ബാക്ടീരിയ വളർന്നാലാണ് ഇത് കേടാവുന്നത്. അപ്പോൾ പഴയതാണെന്ന് വെച്ചാൽ കേടാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഇങ്ങനെ എക്സ്പയറി ഡേറ്റോ പാക്ക് ഡേറ്റോ ഇല്ലാത്ത മുട്ട നമ്മൾ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഒന്നുകിൽ നമുക്ക് പുറത്ത് റൂം ടെമ്പറേച്ചറിൽ വെക്കാം, കഴുകാതെ വെക്കാം. അതൊരു ഒരാഴ്ചയുടെ ഉള്ളിൽ എത്രയും പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി ഈ മുട്ട കുറച്ച് അഴുക്കൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ പഴയതാണ്, നിങ്ങൾക്ക് സംശയമുണ്ട്, പുറത്ത് വയ്ക്കാൻ താല്പര്യമില്ലെങ്കിൽ റണ്ണിങ് ടാപ്പ് വാട്ടറിൽ കഴുകി ഇത് നല്ലവണ്ണം വെള്ളം ഒപ്പിക്കളഞ്ഞ ശേഷം എഗ് ട്രെയിനകത്ത് ഒരു കവേർഡായിട്ട് വെക്കുന്ന ഒരു ബോക്സ്, അടപ്പുള്ള ഒരു ബോക്സിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാം. ഒരാഴ്ചനുള്ളിലൊക്കെ ഉപയോഗിച്ച് തീർക്കുന്നതായിരിക്കും നല്ലത്. ഇനി സെക്കൻഡ് കാറ്റഗറി, പാക്ഡ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ് ഒക്കെയുള്ള പാക്കേജിനകത്ത് വരുന്ന മുട്ട. ഇത് നമ്മൾ വാങ്ങുമ്പോൾ ഫ്രിഡ്ജിനകത്താണ് തണുപ്പിച്ചാണ് വെച്ചിട്ടുള്ളെങ്കിൽ വീട്ടിൽ വന്നാലും നമ്മൾ തണുപ്പിൽ തന്നെ വെക്കണം. പുറത്ത് വെച്ചിരുന്നാൽ പെട്ടെന്ന് പൂപ്പലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് പുറത്ത് ചിലർ പുറത്ത് കീപ്പ് ചെയ്യാറുണ്ട്. ചില കടകളിൽ ഈ പാക്ഡ് മുട്ട പുറത്തിരിക്കാറുണ്ട്. അപ്പോൾ അത്തരം മുട്ട ഓൾവേസ് ഇറ്റ് ഈസ് സേഫ് ടു കീപ്പ് ഇറ്റ് ഇൻസൈഡ് ദ ഫ്രിഡ്ജ്. സാധാരണ ഇങ്ങനെ പാക്ഡ് ആയിട്ട് വരുന്ന മുട്ട ഫാമേഴ്സ് അല്ലെങ്കിൽ കമ്പനീസ് ഒന്ന് വാഷൊക്കെ ചെയ്ത് ക്ലീൻ ചെയ്തിട്ടൊക്കെ ആയിരിക്കും പാക്ക് ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയായാലും കൂടുതൽ ഷെൽഫ് ലൈഫ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ മുട്ട ഫ്രിഡ്ജിനകത്ത് തന്നെ സൂക്ഷിക്കാം. ഇത്
എഗ് ട്രെയിനകത്ത് അടച്ചു വെക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അടച്ചു വെച്ചിട്ടില്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഡ്രൈ ആയി പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇത്തരം മുട്ട എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ നമ്മൾ കളയണോ? അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഫ്രിഡ്ജിൽ പ്രോപ്പറായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായാലും ഞാൻ 2-3 മാസം വരെ ഇരുന്ന മുട്ട കഴിച്ചിട്ടുണ്ട്. പക്ഷേ എത്രയും വേഗം മുട്ട വാങ്ങുമ്പോൾ നമ്മൾ എത്രയും വേഗം കഴിച്ച് തീർക്കാമെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. പാക്കറ്റിൽ എഴുതിയ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാലും മുട്ട കേടാവണം എന്നില്ല. നമുക്ക് ഈ മുട്ട നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു ബോളിനകത്തോട്ട് മുട്ട പൊട്ടിച്ചിടാം. മുട്ട കേടായെന്ന് അറിയാനുള്ള നമ്പർ 1 ഇൻഡിക്കേഷൻ ആണ് അതിൻ്റെ കളർ ചേഞ്ചും സ്മെൽ ചേഞ്ചും. നല്ല മുട്ടയുടെ സ്മെല്ല് മുട്ട പതിവായിട്ട് ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. മുട്ട ഒരല്പം കേടായാൽ പോലും അതിൻ്റെ സ്മെല്ല് വളരെ മോശമായിട്ട് മാറും. പെട്ടെന്ന് നമുക്ക് ആ സ്മെൽ ചേഞ്ച് തിരിച്ചറിയാൻ പറ്റും. നല്ല മുട്ടയുടെ യോക്കിൻ്റെ കളർ ഒരു യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് ആയിരിക്കും. അപ്പോൾ ഈ കളറിന് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് മുട്ടയ്ക്കകത്ത് ഉണ്ടെങ്കിലും കേടായിരിക്കും. പിന്നെ ചെറിയ ബ്ലഡ് ഒരു കളറേഷൻ ഉണ്ടെങ്കിൽ ഫെർട്ടിലൈസ്ഡ് എഗ് ആയിരിക്കാം. അത് കഴിക്കണോ വേണ്ടയോ എന്നുള്ളത് അവനവൻ്റെ ഇഷ്ടമാണ്. ഇത് ചില സമയത്ത് മുട്ടയ്ക്കകത്ത് ചെറിയ ഒരു ഡാർക്ക് ബ്രൗൺ കളറിലുള്ള കരടുകൾ 2, 3, 5, 6 കരടുകൾ പോലെ കാണാം. ചെറിയ സ്പെക്സ് പോലെ കാണാം. അപ്പോൾ ഇതും പ്രശ്നമുള്ള ഒരു ഡിസ്കളറേഷൻ അല്ല. ഇത് കോഴിയുടെ തന്നെ ബോഡിക്കകത്ത് അല്ലെങ്കിൽ എഗ് ലേയിങ് ബേർഡിൻ്റെ ബോഡിയിൽ നിന്ന് തന്നെ വരുന്ന ചില സെല്ലിൻ്റെ ഒക്കെ അംശങ്ങളായിരിക്കാം അതിനകത്ത് പെട്ടുപോയിട്ട് അങ്ങനത്തെ ഒരു കളർ വരുന്നത്. അത് വലിയ പ്രശ്നമുള്ള കളറല്ല. ഈ കഴിഞ്ഞ മുട്ട അല്ലെങ്കിൽ പഴയ മുട്ടയിൽ നിന്നാണോ സാൽമണല്ല വരുന്നത്? ഇത്തരം മുട്ട കഴിച്ചാൽ നമുക്ക് ഇൻഫെക്ഷൻസ് വരുമോ? സാൽമണല്ല ഇൻഫെക്ഷൻസ് വരുമോ എന്നൊക്കെയുള്ളൊരു ഡൗട്ട് പലർക്കും ഉണ്ടാവാറുണ്ട്. സാൽമണല്ല പഴയ മുട്ട പുതിയ മുട്ട ഏത് മുട്ടയിലും സാൽമണല്ല എപ്പോൾ വേണമെങ്കിലും വരാം. സാൽമണല്ല മുട്ടയ്ക്കകത്ത് വളർന്നാലും അതിന് പ്രത്യേകിച്ച് ഇൻഡിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് നോക്കിയാലും മനസ്സിലാവില്ല അതിനകത്ത് സാൽമണല്ല ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം ഈ മുട്ട ഇടുമ്പോൾ തന്നെ ചിലപ്പം ഈ സാൽമണല്ല അതിനകത്തോ കയറി പറ്റാം, കോഴിയുടെ ബോഡിയിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ കൂടിനകത്തൊന്നും മുട്ടയിലോട്ട് കയറി പറ്റാൻ സാധ്യതയുണ്ട്. ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മുട്ട പ്രോപ്പറായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുക എന്നുള്ളത് മാത്രമാണ്. എസ്പെഷ്യലി ഏറ്റവും കൂടുതൽ ഫുഡ് പോയ്സണിങ് വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, കുട്ടികൾ, പ്രഗ്നൻ്റ് ആയവർ, എന്തെങ്കിലും അസുഖമുള്ളവർ, ഇമ്മ്യൂണിറ്റി അതായത് വീക്കായവർ, പ്രായമായവർ, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ അങ്ങനെയുള്ള സർജറീസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നവർ, ഇവരൊക്കെ പൊതുവെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞവരാണ്. പെട്ടെന്നാണ് ഫുഡ് ഇൻഫെക്ഷൻസ് ഈ ഒരു ഗ്രൂപ്പിന്. ഇവരെ വൾനറബിൾ പോപ്പുലേഷൻ എന്ന് പറയും. അപ്പോൾ ഈ ഗ്രൂപ്പിൽപ്പെട്ടവർ ഒരിക്കലും ഒരു മുട്ട, അത് പുതിയതായാലും പഴയതായാലും, മുട്ട പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യാതെ കഴിക്കരുത്. മുട്ടയ്ക്കകത്ത് ടെമ്പറേച്ചർ ഒരു 70 ഡിഗ്രീസ് അബവ് 70 to 100 ഡിഗ്രിയുടെ ഇടയിലൊക്കെ കുക്ക് ചെയ്ത് ഒരു 5 മിനിറ്റെങ്കിലും മിനിമം ആ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്ത് കുക്ക് ചെയ്യുക. പിന്നെ ഹാഫ് ബോയിൽഡ് എഗ്ഗ്, അതുപോലെ റണ്ണി ആയിട്ട് ഒഴുകുന്ന തരത്തിലുള്ള ബുൾസൈസ്, എഗ്ഗ് വെച്ചിട്ടുള്ള പച്ചമുട്ട വെച്ചിട്ടുള്ള പ്രിപ്പറേഷൻസ്, ചില പുഡിങ്സ്, മയോനൈസ്, അൺപാസ്ചറൈസ്ഡ് മയോനൈസ്, ഇത്രയും ആഹാരം ഈ ഒരു ഗ്രൂപ്പിൽപ്പെട്ടവർ ഒരിക്കലും കഴിക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു ഹെൽപ്ഫുള്ളായ ഫുഡ് റിലേറ്റഡ് ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.